السلام عليكم ورحمة الله وبركاته. الحمد لله الذي أعاننا على الصيام والقيام، نسأله سبحانه أن يبلغ تلك الختام. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه المجيد: أعوذ بالله السميع العليم من الشيطان الرجيم. ونفس وما سواها فألهمها فجورها وتقواها، قد أفلح من زكاها وقد خاب من دساها. رب اشرح لي صدري يسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പവിത്രവും പരിപാവനവുമായ പരിശുദ്ധ റമദാനിൽ ജീവിക്കുവാൻ അവസരം ലഭിച്ച നമ്മൾ മഹാഭാഗ്യവാന്മാർ. ഈ റമദാനിനെ അള്ളാഹുവും അവൻ്റെ റസൂലും ആശിച്ചതുപോലെ, അഭിലഷിച്ചതുപോലെ ഇബാദത്തുകൾ കൊണ്ട് അള്ളാഹുവിനെ സംതൃപ്തിപ്പെടുത്താൻ സാധിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാനിലെ ഓരോ ഇബാദത്തുകളും അള്ളാഹു കബൂൽ ചെയ്യും വിധം ചെയ്യുവാനും അള്ളാഹു അത് സ്വീകരിക്കുവാനും സ്വീകരിച്ച അർഹമായ സ്വർഗപ്പൂങ്കാവനം നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാനിന് മുമ്പ് നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ബന്ധുക്കളിൽ നിന്ന്, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന്, നമ്മുടെ ഒരുപാട് സഹോദരി സഹോദരന്മാർ ഈ റമദാനിൻ്റെ മുമ്പ് യാത്ര പോയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് റമദാനിൻ്റെ രാവുകളിൽ അവർ നരകത്തിലാണ് പ്രവേശിച്ചതെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് റമദാനിലെ നരകമോചനം ലഭ്യമാകുന്ന ഈ രാവുകളിൽ അള്ളാഹു അവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആയുരാരോഗ്യത്തോടുകൂടി ജീവിച്ച് റമദാനിനെ ധന്യമായി ആവും വിധം ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റമദാനിൽ ജീവിക്കുവാനുള്ള ഭാഗ്യം ഞാൻ പറഞ്ഞു വളരെ മനോഹരമാണ്. ഒരിക്കൽ തൽഹത്ത് ബിൻ ഉബൈദുള്ള ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഖുലാ ഗോത്രത്തിൽപ്പെട്ട രണ്ട് മുശ്രിക്കുകൾ ആയ രണ്ട് സഹോദരന്മാർ ഒരിക്കൽ മദീനാവിലെ പള്ളിയിലെത്തുകയും നബിയുടെ അടുത്ത് വന്ന് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. രണ്ടുപേർ. അവരിൽ ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായി. മറ്റേ സഹോദരൻ സാധാരണഗതിയിൽ മരണം പ്രാപിച്ചു.
അവർ രണ്ടുപേരുടെയും വഫാത്തിന് ശേഷം, ഒരാളുടെ ഷഹീദിൻ്റെയും ഒരാളുടെ വഫാത്തിൻ്റെയും ശേഷം തൽഹത്ത് ബിൻ ഉബൈദുള്ള പറയുകയാണ്, ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? തൽഹത്ത് കണ്ട സ്വപ്നം എന്താ? അദ്ദേഹം നബിയോട് അടുത്ത് വന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. അപ്പോൾ ഖുലാ ഗോത്രത്തിൽ നിന്ന് മുസ്ലിമായ രണ്ടുപേരിൽ ഒരാൾ, അവർ നേരത്തെ ഷഹീദായ ആളേക്കാൾ നേരത്തെ സ്വർഗത്തിൽ പ്രവേശിച്ചത് സാധാരണഗതിയിൽ മരണം പ്രാപിച്ച ആളാണ്. ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ സ്വർഗപ്രവേശനത്തിന് സാധ്യതയുള്ള ആൾ ഷഹീദാണ്. പക്ഷേ സാധാരണ നിലയിൽ മരണം പ്രാപിച്ച ആളാണ് സ്വർഗത്തിൽ പ്രവേശിച്ചതായി ഞാൻ കണ്ടത്. സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് അത്ഭുതത്തോടു കൂടി തൽഹത്ത് ബിൻ ഉബൈദുള്ള ഈ കാര്യം പറഞ്ഞപ്പോൾ റസൂലുള്ള ചോദിച്ചു, എന്താണ് അതിൽ അത്ഭുതമുള്ളത്? അതിൽ അത്ഭുതവുമില്ല. എന്താ കാരണം? നബി ചോദിക്കുകയാണ്, അലൈസ ഹാദ ഖദ് മക്കസ ബഅദഹു സന, അദ്ദേഹത്തിന് ശേഷം അദ്ദേഹം ഒരു വർഷം ജീവിച്ചില്ലേ? ഷഹീദായ വ്യക്തിയേക്കാൾ ഒരു വർഷം പിന്നെയും ജീവിച്ചില്ലേ? അലൈസ ഖദ് സാമ ബഅദഹു, അദ്ദേഹം ഒരു വർഷത്തെ നോമ്പനുഷ്ഠിച്ചില്ലേ? റമളാനിലെ ഒരു വർഷം കിട്ടിയില്ലേ? പിന്നെയോ വസല്ല സിത്തത്താലാഫ് റക്അത്ത്, 6000-ഓളം റക്അത്തുകൾ ഫർള് നിസ്കരിച്ചില്ലേ? വക്കദാ സലാത്ത സുന്ന, അതുപോലെ തന്നെ ഇത്രയും സുന്നത്ത് നിസ്കാരം നിർവഹിച്ചില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഷഹീദായ വ്യക്തിയേക്കാൾ മുമ്പ് സ്വർഗത്തിൽ പ്രവേശിച്ചത്. അപ്പം നമ്മൾ ഈ വർഷം റമളാനിൽ ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ്, ഈ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ്. അള്ളാഹു സ്വർഗപ്രവേശനം ലഭ്യമാക്കുന്നവരിൽ നമ്മയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ സുഹൃതങ്ങൾ ഇരട്ടിപ്പിക്കുവാൻ പറ്റിയ മാസം, സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസം, നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന മാസം, പിശാചുക്കളെ ബന്ധനസ്ഥരാക്കുന്ന മാസം, ധിക്കാരികളായ ജിന്നുകളെ ബന്ധനസ്ഥരാക്കുന്ന മാസം, ഇങ്ങനെ ഒരുപാട് അനുഗ്രഹീതമായ അനുഗ്രഹങ്ങളുള്ള മാസമാണ്. ഞാൻ ഓതിവെച്ച സൂക്തം നമുക്ക് കേൾക്കാം. നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരാണ്, നിങ്ങൾ അറിയുന്നവരാണ്, അതിൻ്റെ അർത്ഥവും നമുക്ക് മനസ്സിലാക്കാം. എന്താ ഞാൻ ഓതി വെച്ചതെന്നറിയോ? വ നഫ്സിൻ വമാ സവ്വാഹ, മനുഷ്യന്റെ മനസ്സിനെ അള്ളാഹു സൃഷ്ടിച്ചത്. മനുഷ്യന്റെ വ നഫ്സിൻ, നഫ്സ് തന്നെയാണ് സത്യം. വമാ സവ്വാഹ, അതിനെ ക്രമപ്പെടുത്തി അള്ളാഹു. എങ്ങനെ ക്രമപ്പെടുത്തിയത്? ഓരോ മനുഷ്യന്റെയും ആത്മാവിനെ അള്ളാഹു ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ഫഅൽഹമഹ, അതിൽ ഉൾപ്പെടുത്തി, ആ നഫ്സിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജനിക്കുമ്പോൾ തന്നെ. എന്ത്? ഫുജൂറഹ, അതിലേക്കാവശ്യമായ എല്ലാ അധർമ്മങ്ങളും ആദ്യം ഉൾപ്പെടുത്തിയതാണ്. ഒരുപാട് തോന്നിവാസങ്ങൾ, തെമ്മാടിത്തങ്ങൾ, തിന്മകൾ, അതാണ് മനുഷ്യന്റെ മനസ്സ്. അതോടൊപ്പം തന്നെ തഖ്വാഹ, ധർമ്മം, ഏറ്റവും നല്ല വിശുദ്ധനിൽ വിശുദ്ധനായി ജീവിക്കാൻ പറ്റാവുന്ന അനുഗ്രഹീതമായ സ്വഭാവവും പിശാചിനേക്കാൾ പരാജയപ്പെടുത്തുന്ന എല്ലാ തിന്മകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അള്ളാഹു മനുഷ്യ മനസ്സിനെ സംവിധാനിച്ചത്. എന്റെയും നിങ്ങളുടെയും ജന്മം കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാവരും ജനിക്കുന്നത് പരിശുദ്ധതയിലാണ്. പക്ഷെ ആ നഫ്സിന്റെ അകത്ത്, പരിശുദ്ധയിൽ ജനിക്കപ്പെട്ട ഈ മനുഷ്യന്റെ മനസ്സിനകത്ത് ഒരുപാട് അധർമ്മവും ഒരുപാട് ധർമ്മവുമുണ്ട്. ഈ ധർമ്മവും അധർമ്മത്തെയും പറ്റി പറഞ്ഞുകൊണ്ട് അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, അറിയോ? ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആ മനസ്സിനെ മരണം വരെ വിശുദ്ധമായി നിലനിർത്തിക്കൊണ്ട് മരിക്കാൻ സാധിച്ചാൽ ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയിച്ചു. മൻ, ഒരാൾ, ഏതൊരാളാ? സക്കാഹ, അതിനെ പരിശുദ്ധപ്പെടുത്തി, അവൻ വിജയിച്ചു. വഖദ് ഖാബ, ഡെഫിനറ്റ്ലി അവൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഖദ് ഖാബ, തീർച്ചയായും പരാജയപ്പെട്ടിരിക്കുന്നു. ആര്? മൻ, ഒരാൾ. ഏതൊരാളാണ്? ദസ്സാഹ, ദസ്സ എന്ന് പറഞ്ഞാൽ മലീമസപ്പെടുത്തി, മനസ്സിനെ മലീമസപ്പെടുത്തി മരിച്ചവൻ പരാജയപ്പെട്ടു. മനസ്സിനെ പരിശുദ്ധമാക്കി ജീവിച്ചവൻ അവൻ വിജയിച്ചു. ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം, ഇങ്ങനെ പരിശുദ്ധമാക്കിയ, നോമ്പ് കൊണ്ട് പരിശുദ്ധമാക്കുന്ന നമ്മളെ നോക്കി ഇപ്പോൾ അള്ളാഹു തന്റെ മലക്കുകളോട് പറയുകയാണ്, യാ മലായിക്കത്തി, എന്റെ മലക്കുകളെ, ഉള്ളുറു ഇലാ ഇബാദി, എന്റെ നോമ്പ് നോറ്റ ദാസന്മാരൊന്നും ശ്രദ്ധിക്കൂ നിങ്ങൾ, അവരുടെ പരിശുദ്ധമായ മനസ്സിലേക്കൊന്ന് നോക്കാൻ. തറക്ക ശഹുവത്തഹു വലദ്ദത്തഹു, അവൻ അവന്റെ എല്ലാ വികാര വിചാരങ്ങളും അടക്കി പിടിച്ചുകൊണ്ട്
വല്ലദ്ദത്തുഹു അവന്റെ സുഖസൗകര്യങ്ങൾ അവന്റെ സന്തോഷങ്ങളെല്ലാം മാറ്റിവെച്ചിരിക്കുകയാണ്. വതആമഹു വശറാബഹു എത്ര വിശന്നാലും അവൻ ഭക്ഷണം കഴിക്കുന്നില്ല, എത്ര ദാഹിച്ചാലും അവൻ ശറാബ് പാനീയം കഴിക്കുന്നില്ല, അതെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു. എന്താ കാരണം? മിൻ അജ്ലി എന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാം മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഒന്ന് നോക്കി നിങ്ങൾ, ഇപ്പൊ നമ്മളെ നോക്കി ചൂണ്ടിക്കൊണ്ടാണ് ഇപ്പൊ മലക്കോട് അല്ലാഹു പറയുന്നത്, എന്റെ ദാസന്മാരെ നോക്കൂ, അവരെങ്ങനെയുള്ളവരാണ്? അവര് ഏറ്റവും കൂടുതൽ അവരുടെ ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും ഒക്കെ പരിത്യജിച്ച് അള്ളാഹുവിന്റെ സ്വർഗ പൂങ്കാവനം കിട്ടാൻ, അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ ആഗ്രഹിച്ചുകൊണ്ട് അവർ നോമ്പനുഷ്ഠിച്ചവരാണ്. ഒന്ന് നോക്കൂ. നിങ്ങൾ ആദ്യം പറഞ്ഞെന്താ മനുഷ്യന്മാരെ പറ്റി? അവര് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നല്ലേ? എന്നാൽ നോമ്പ് നോറ്റ എന്റെ ദാസന്മാരെ നോക്കൂ, അഭിമാനത്തോടു കൂടി അള്ളാഹു മലക്കോട് സംസാരിക്കും. അങ്ങനെ സംസാരിക്കുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന് അഭിമാനമുണ്ടാകുന്ന ദാസന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തട്ടെ. വളരെയധികം മനോഹരമായ ഒരുപാട് നന്മകൾ നിറഞ്ഞ കാലഘട്ടമാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട കാലമാണ് നോമ്പിന്റെ കാലം, അല്ലേ? നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻസിലത്തു സൂഫ് ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സൂഫ് നൽകിയത്, ഏട് ഗ്രന്ഥം നൽകിയത് സമയത്ത് ഫി അവ്വൽ ലൈലത്തിൻ മിൻ റമളാൻ, റമളാന്റെ ആദ്യ രാവിൽ. റമളാന്റെ ആദ്യ രാവിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സൂഫ് നൽകിയത്. നിങ്ങൾ വെള്ളിയാഴ്ച കേൾക്കാറില്ലേ? സൂഫി ഇബ്രാഹിമോ മൂസാൻ, മൂസാ നബിക്കും ഇബ്രാഹിം നബിക്കും സൂഫ് നൽകിയതിനെ പറ്റിയാണ് പറയുന്നത്. ആ സൂഫ് നൽകിയത് റമളാന്റെ ആദ്യ രാവിൽ. പിന്നെ ഉൻസിലത്ത് അത്തൗറാത്ത്, ഈസാ നബിക്ക് തൗറാത്ത് ഇറക്കിയതിൽ സിത്തിൽ ഖലീന മിൻ റമളാൻ, റമളാൻ 6-ന്, റമളാൻ 6-നാണ് ഇഞ്ചീൽ ഇറങ്ങുന്നത്. ഉൻസില തൗറാത്ത് മൂസാ നബിക്ക് ഇറക്കിയത്. ഉൻസിലൽ ഇഞ്ചീൽ തൗറാത്ത് ഇറക്കിയത് റമളാൻ 6-നും, ഉൻസിലൽ ഇഞ്ചീൽ ഇറക്കിയതിൽ സലാസുൽ അശ്റ ഖലത്ത് മിൻ റമളാൻ, റമളാൻ 13, റമളാൻ 13 ഇഞ്ചീൽ, റമളാൻ 6-ന് തൗറാത്ത്, റമളാൻ ആദ്യ രാവുകളിൽ ഇബ്രാഹിം നബിന്റെ സൂഫ്. ഉൻസിലൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങി 40 ഖലത്ത് മിൻ റമളാൻ, റമളാൻ 25-ാം രാവിൽ, റമളാൻ 25-ാം രാവിൽ. അപ്പൊ വേദഗ്രന്ഥങ്ങളെല്ലാം അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. എന്തിനാണ് വേദഗ്രന്ഥം ഇറക്കിയത്? ഖുർആൻ. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസത്തിൽ അള്ളാഹു ഖുർആൻ ഇറക്കി. എന്നിട്ടുള്ള എന്ത് പറഞ്ഞു? ഫമൻ ഷഹീദ മിൻകും ഷഹ്ർ, ഈ മാസത്തിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഫൽയസും, അവൻ നോമ്പ് നോക്കണം. എന്തിന്? ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ നോമ്പ് നോക്കുന്നത്. ഈ നോമ്പ് നോറ്റിന്റെ ഗുണം എന്താ അറിയോ? ഖുർആൻ ഏത് നിലക്കാണോ നമ്മോട് ജീവിക്കാൻ പറയുന്നത് അതനുസരിച്ച് ജീവിക്കാനുള്ള പരിശീലനമാണ് റമളാനിലൂടെ കിട്ടേണ്ടത്. അത് കിട്ടിയില്ലെങ്കിൽ വെറുതെ പട്ടിണിയെടുക്കുകയാണ്. ഖുർആനിൽ ഇപ്പൊ അള്ളാഹ് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ സാധാരണ ന്യായീകരിച്ച് പറയാറില്ലേ? ഖുർആനിൽ അതുപോലെ എത്ര ആയത്തുണ്ട്? അതൊക്കെ സ്വീകരിച്ചോലാരാ? അത് സ്വീകരിച്ചോൽ നോമ്പ് പറ്റോല, അത് സ്വീകരിക്കാൻ കഴിയുന്നോല്. അത് കഴിയാനുള്ള ഒരു പരിശീലനമാണ് പരിശുദ്ധ റമളാൻ. ഖുർആൻ അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു കഴിവ്. കാരണം ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതെല്ലാം പലതും നമുക്ക് നഷ്ടമായിരിക്കും. ഇപ്പൊ കച്ചവടക്കാരെ വിളിച്ചിട്ട് അള്ളാഹ് പറഞ്ഞെന്താ? വൈലുൽ മുത്തഫിഫീൻ, വൈലുൽ മുത്തഫിഫീൻ അല്ലദീന ഇദ ഖതാലു അലന്നാസി യസ്തൗഫൂൻ. വൈലുൻ നരകമാണ് ആർക്ക്? ലിൽ മുത്തഫിഫീൻ. തഫഫ എന്ന് പറഞ്ഞാൽ അളവും തൂക്കവും കുറക്കുന്ന പറഞ്ഞാൽ, അളവും തൂക്കവും കുറക്കുന്ന ആളുകൾക്ക് നരകമാണ്. പക്ഷെ എല്ലാ കച്ചവടക്കാരും പറയുന്നു അളവും തൂക്കവും കുറക്കാണ്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല. അപ്പോ നോമ്പൂറ്റില്ല. ഈ നോമ്പ് അള്ളാഹ് കബൂലാക്കി നമുക്ക് ഉറപ്പ് വന്നെങ്കിൽ ഈ കച്ചവടക്കാരാണോ? ഈ ആയത്ത് നീ എടുക്കണം. ഖുർആൻ സ്വീകരിക്കാനുള്ള പരിശീലനമാണ് റമളാൻ. അല്ലദീന ഇദ ഖതാലു അലന്നാസി യസ്തൗഫൂൻ, ജനങ്ങളിൽ നിന്ന് അളന്നു വാങ്ങുമ്പോൾ അത് പൂർത്തീകരിക്കും. ഇതാ കാലുവും അവതനവും അവർക്ക് തൂക്കി കൊടുക്കുകയോ അളന്നു കൊടുക്കുകയോ ചെയ്താലോ യുഹ്സിറൂൻ, അത് കുറക്കും. അതാണ് ആ കച്ചവടക്കാർ. ഓൾക്ക് അളന്നു കൊടുക്കുമ്പോൾ കുറക്കും, ഇങ്ങോട്ട് അളന്നു വാങ്ങണമെങ്കിൽ കൂട്ടിയെടുക്കും. അല്ലെ? നിങ്ങൾ 1 കിലോ പേപ്പറോടെ കൊടുത്തു നോക്കേണ്ടി പീടിയയിൽ 1 കിലോ 100 കൊടുക്കുക, ഇല്ല 50 എടുക്കും. എന്നിട്ടോ എന്താ പറയാ? അതുപോലെ ചില ആളുകൾക്ക് തുലാസിന്റെ മുകളിൽ നമുക്ക് തൂക്കി തരുന്ന ആ തട്ടിന്റെ മുകളിൽ കാണാം വല്ല ഉറുക്കോ നൂലോ എഴുതി കെട്ടിയ മാതിരി ഒരു സാധനം, ഒരു ഉണ്ട. അത് കടലാസാന്ന് തോന്നും നമുക്ക്, പക്ഷെ അതിന്റെ ഉള്ളിൽ കല്ലുണ്ടാവും.
എന്നിട്ട് ഇപ്പം നോമ്പ് പട്ടിയെടുക്കുക. ആ നോമ്പുകാരന്റെ നോമ്പ് അല്ലാഹ്ക്ക് ആവശ്യമില്ല. റസൂലുള്ളാഹി പറഞ്ഞെന്താ, കമ്മിൻ സായിമിൻ, എത്ര നോമ്പുകാരാണ്, ലൈസ ലഹു ജസാഉൻ, ഒരു പ്രതിഫലവുമില്ല, ഇല്ലല്ലമൽ, ദാഹം സഹിച്ചു എന്നല്ലാതെ, ദാഹം സഹിച്ചു എന്ന അതല്ലാതെ വേറൊരു ലാഭവും അവന്റെ മയ്യത്തിന് കിട്ടൂല. എന്താ കാരണം? ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. ഖുർആൻ അനുസരിച്ചൊരു അളവും തൂക്കമല്ല ആണോ ഖുർആൻ? അത് മാത്രമുള്ള കൽപ്പന അല്ല. ഖുർആനിൽ ആദ്യത്തെ കൽപ്പന ലോകത്തോട് കൊടുത്ത എന്താ? യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അല്ലാഹു അല്ലാത്ത ആരെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. ഈ കൽപ്പന അള്ളാഹിന്റെ ലോകത്തിന് ആദ്യമായി കൊടുത്ത ഖുർആനിലെ കൽപ്പന അതാണ്. നേരെ മറിച്ച് മുഹമ്മദ് നബിക്ക് ആദ്യമായി കൊടുത്ത കൽപ്പന ഇഖ്റ ബിസ്മിയാണ്, അല്ലെ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായന പഠിക്കണം, അതാണ് നബിക്ക് ആദ്യം കൊടുത്തത്. പക്ഷെ ജനങ്ങൾക്ക് കൊടുത്ത ആദ്യത്തെ കൽപ്പനയോ അള്ളാഹിനെ മാത്രം ആരാധിക്കണം. അള്ളാഹു അല്ലാത്ത ആളുകളെ ഖബർ സിയാറത്ത് നടത്തുക, ഖബർ സിയാറത്ത് സ്വന്തം മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് നടത്തുന്നത് പുണ്യകരമാണ്, അത് റസൂലുള്ളാഹി അനുവദിച്ചതാണ്, അത് സുന്നത്തുമാണ്. എന്ന് മാത്രവുമല്ല നമുക്ക് അനുഗ്രഹീതമായ ഒരു കർമ്മവുമാണ്. ഫൈന്നഹ തുദക്കിറുൽ മൗത്ത്, മരണത്തെ ഓർക്കാൻ ഖബർ സിയാറത്ത് ചെയ്യുക. ഫൈന്നഹ തുദക്കിറുൽ ആഖിറ, പരലോക ബോധം ഉണ്ടാക്കാൻ ഖബർ സിയാറത്ത്, എന്തൊക്കെ നബി പഠിപ്പിച്ചാണ്. ഫൈന്നഹ തുസ്ഹിദു ഫി ദുനിയ, ഇഹലോക ജീവിതത്തിൽ ആർഭാടമായ ജീവിതത്തിൽ നിന്ന് വിരക്തി വരുത്താൻ ഖബർ സിയാറത്ത് ചെയ്യുക. നമ്മളെപ്പോലെ ഭൂമിയിൽ സുഖസുന്ദരമായി ജീവിച്ച ആളുകളുടെ ഖബറിന് ചെന്ന് നമ്മളപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ ഖബറിൻ്റെ അടുത്ത് ഒരു സലാം ചെല്ലുമ്പോൾ തന്നെ ഉണ്ടാകുന്നൊരു വ്യത്യാസമുണ്ട് കൽബിന്, അല്ലെ? പ്രത്യേകിച്ച് റമളാനില് ചില ആൾക്കാർ റമളാനിലൊക്കെ ഖബർ സിയാറത്ത് ചെയ്യാൻ കൊണ്ടുപോകണമുണ്ട്. എന്തിനാ ചെയ്യാൻ കൊണ്ടുപോകണം? ഒരു പുരോഹിതയും ആവശ്യമില്ല. ആ പുരോഹിതന്റെ ചേർക്കണ്ടേ നമ്മള് മലയാളത്തിൽ വേർന്നാലും ഏത് ഭാഷയത്ത് വേർന്നാലും അല്ലാക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഖബറിനെ പോയി പ്രാർത്ഥിച്ചുള്ളി വിടമല്ല. പക്ഷെ സിയാറത്ത് ടൂർ ഈ റമളാൻ അതാ നടത്തുക. ഉള്ള നോമ്പിന്റെ എല്ലാ പ്രതിഫലവും പോക്കുന്ന ശിർക്കിലേക്ക്, അല്ലെ? ആട്ടി തെളിച്ചു കൊണ്ടുപോവുക ആൾക്കാരെ, ആണിനെയും പെണ്ണിനെയും. എത്രയോ വണ്ടിയിൽ വരെ കൊണ്ടുവരാണ്. നമ്മൾ ഷേഖിന്റെ പള്ളിയുടെ അടക്കെ കൊണ്ടുവന്ന് ബസ്സിൽ കൊണ്ട് ഇറക്കിയിട്ട് ഓരോട് പറഞ്ഞെന്താ അറിയോ? അതിലും വലിയ പുണ്യം എന്താ അറിയോ? നേരെ ബഹറ് കാണാൻ പോകണം, കടല് കണ്ടിട്ട് വരണം, എന്നാലേ ഈ കൂലി പൂർത്തിയാവുള്ളൂ. ഏത് കൂലി? സിയാറത്തിന് ടൂർ. ഏത് ഇസ്ലാമിലാണെന്നൊക്കെ പഠിപ്പിച്ച് അതിന് പോണ എത്രയോ മൊയന്ത ആണുങ്ങളുണ്ട്, അല്ലെ? ഓരെ കാണുമ്പോ തന്നെ അറിയാം മുഖത്തൊരു ബ്ലഡിന്റെ ഒരു രക്തത്തിന്റെ ഒരു പ്രസരിപ്പുമില്ലാത്ത മുഖമായിരിക്കും. കാരണം എന്താ? നമ്മൾ അള്ളാനെ മാത്രം ഭയപ്പെട്ടാൽ മതി. ഒരിക്കൽ 10,000 ആളുകളെ ശൈഖന്മാരെ ഭയപ്പെടണം. അതുകൊണ്ട് ഓരോ മുഖത്ത് രക്തം ഉണ്ടാവില്ല. അള്ളാഹിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ മുഖത്ത് രക്തത്തിന്റെ പ്രസരിപ്പുണ്ടാവും, ബ്ലഡിന്റെ കൗണ്ട് കുറയില്ല. ഹക്കാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. പരിശുദ്ധ റമളാൻ വിശുദ്ധ വേദഗ്രന്ഥങ്ങളെല്ലാം അവതരിപ്പിക്കേണ്ട മാസമാണ്. അള്ളാഹു അഭിമാനത്തോടുകൂടി നോമ്പ് നോറ്റവരെ പറ്റി സംസാരിക്കുന്ന മാസമാണ്. എന്ന് മാത്രവുമല്ല, റമളാൻ മാസത്തിന്റെ പ്രത്യേകത വീണ്ടും അള്ളാഹു പറയുന്നുണ്ട്. എന്താ? നമ്മളോട് നോമ്പ് വെക്കാൻ പറഞ്ഞു. എപ്പോഴാ? ജീവിച്ചിരിക്കണ്ടേ? ഫമൻ ഷഹീദ മിൻകും ഷഹർ, ഈ മാസം ജീവിച്ചിരിപ്പുണ്ടോ എങ്കിലും എന്ത് ചെയ്യണം? നോമ്പ് വെക്കണം, അല്ലെ? ഫലിയസുംഹു. എന്നാലോ വമൻകാന മിൻകും മരീദൻ, ആരെങ്കിലും രോഗികളായാൽ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, മറ്റൊരു ദിവസം നോറ്റ് കൂട്ടിയാൽ മതി, അല്ലെ? റമളാൻ കഴിഞ്ഞ് ചൊവ്വാലിൽ നോറ്റ് കൂട്ടാം. ഇനി അല്ലെങ്കിൽ അടുത്ത റമളാന്റെ ഇടയിൽ നമുക്ക് എന്താ അസൗകര്യം ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഫമൻകാന മിൻകും മരീദൻ, ആരെങ്കിലും രോഗിയാണെങ്കിലോ, രോഗമാണ്, നോമ്പ് നിൽക്കാൻ കഴിയില്ല. അപ്പോഴോ ഫമൻകാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ, അല്ലെങ്കിൽ യാത്രയിലാണ്, നോമ്പ് നിൽക്കാൻ കഴിയില്ല. നോമ്പ് നോൽക്കാൻ കഴിയുന്ന യാത്രക്കാർ നോമ്പ് നോൽക്കാൻ ക്ലേശിച്ചുകൊണ്ട് നോമ്പ് നോൽക്കാൻ നബി പറഞ്ഞില്ല. നബി പറഞ്ഞത് ലൈസൽ ബിർന, പുണ്യല്ലാന്നാ, ഫി സഫർ, യാത്രയിലുള്ള നോമ്പ് പുണ്യല്ലാന്നാ. ഏത്? നോൽക്കാൻ പ്രയാസത്തോടു കൂടി നോൽക്കുക എന്നത് ഇസ്ലാമികമല്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, ഒരു പ്രയാസവും അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല, എല്ലാ എളുപ്പവുമാണ്. അതുകൊണ്ട് രോഗം വന്നാൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. എന്നിട്ട് ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, റസൂലുള്ളാഹി പറഞ്ഞു റഖസ, അത് ആ ആയത്തിന്റെ പരിധിയിൽ പെടുത്തിയിട്ടുണ്ടാരെ അൽ മുർലിയ, മുലയൂട്ടുന്ന സ്ത്രീകളെ, പിന്നെ വൽ ഹാമിൽ, ഗർഭിണികളെ,
ഈ ഗണത്തിൽപ്പെട്ടിട്ടുണ്ട് ഈ രോഗികളുടെ. അത് മുലയൂട്ടാൻ കുട്ടിക്ക് പാലുണ്ടാവുകയില്ല എന്ന് ഭയപ്പെട്ടാൽ, അതുപോലെ തന്നെ ഗർഭിണി അവൾക്ക് സഹിക്കാൻ കഴിയാത്ത പ്രയാസങ്ങളുണ്ടെങ്കിൽ അവൾക്ക് നോമ്പ് ഒഴിവാക്കാം. എന്നിട്ടോ ഫൈദത്തു മിൻ അയ്യാമിൻ ഉഖർ, മറ്റൊരു ദിവസം നോറ്റ് കൂട്ടിയാൽ മതി. ഇനിയോ വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തഅമു മിസ്കീൻ, ഒരു നിലക്കും പ്രായാധിക്യത്താൽ ഇനി നോമ്പ് നോൽക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അങ്ങനെയുള്ള ആൾക്കാർ പറയുന്നുണ്ടാവും, മരിച്ചിട്ടുമില്ല, ജീവിച്ചിരിപ്പുണ്ട്. അപ്പോഴോ ഫിദിയത്തുൻ തഅമു മിസ്കീൻ, ഒരു പാവപ്പെട്ട മിസ്കീന് താമ് ഭക്ഷണം കൊടുക്കണം. 500 ഗ്രാമാണ് ഇന്നത്തെ കണക്ക് പ്രകാരം പറയാനുള്ളത്. 500 ഗ്രാം താമ്, അല്ലാണ്ട് അരിയല്ല, ഭക്ഷണം. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ വാർദ്ധക്യം പ്രാപിച്ചിട്ടാണ് വഫാത്തായത്. അദ്ദേഹം നോമ്പെടുക്കാൻ കഴിയാത്ത വിധം വാർദ്ധക്യം പ്രാപിച്ചപ്പോൾ അദ്ദേഹം ചെയ്തത്, ഒരു ജഫ്ന നിറയെ 30 ആളുകൾക്ക് തിന്നാൻ പറ്റാവുന്ന തരത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കി. എന്നിട്ട് 30 ആളെ ക്ഷണിച്ച് അവരെ നോമ്പ് തുറപ്പിച്ചു. 30 ആളെ ഒരൊറ്റ ദിവസം. നമ്മൾ ഇനി എന്താ ചെയ്യാറിയോ, ഇത് കൊടുത്ത് സക്കാത്ത് പെടുത്താൻ പറ്റുമോ, സദഖയെ കൊടുക്കാൻ പറ്റുമോ, ഇത് നമ്മളെ കുടുംബത്തിൽ കൊടുക്കാൻ പറ്റുമോ? നിങ്ങളെ കുടുംബം മിസ്കീനാണോ? കൊടുത്തോ. നിങ്ങളെ കുടുംബത്തിൽ ഈ ഇതല്ലാത്ത ഫിരിയല്ലാത്ത വേറെന്ത് കൊടുത്തൂടാ? നിങ്ങൾ കഴിവുണ്ടേ പോലെ പോറ്റിക്കൂടെ? നിങ്ങളെന്തിനാ നിങ്ങളുടെ നോമ്പിന്റെ ഫിരിയ കൊടുക്കുന്നവർക്ക്? കാരണം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കഴിച്ചിലാവണം. ഇതിന് കഴിച്ചിലാവുമാണ്, എന്നാൽ കൊടുത്തൂർ അറിയുമാണ്. മുമ്പ് ഇസ്രായേലിൽ മീൻ പിടിച്ചില്ല. ഇസ്രായേലിയോട് അല്ലാഹു പറഞ്ഞു, സാബത്ത് ദിവസം, ശനിയാഴ്ച ദിവസം മത്സ്യം പിടിക്കരുതാണ്. ഓരെന്ത് ചെയ്തു? ഒരു ശനിയാഴ്ച നമ്മൾ മീൻ പിടിക്കൂല. പക്ഷെ സമുദ്രത്തിൽ നിന്നൊരു കൈവഴി വെട്ടിണ്ടാക്കി, എന്നിട്ട് വലിയ കുഴി ഉണ്ടാക്കി. അപ്പൊ ഈ മത്സ്യം മാത്രം എല്ലാ ജീവജാലങ്ങൾക്കും നമ്മളെക്കാൾ അറിവുണ്ട്. അത് നിങ്ങൾ നോക്കേണ്ടി. നിങ്ങൾ എന്തെങ്കിലും ജീവിനെ വളർത്തിയാൽ അറിയാം. അവർ നിങ്ങളെ കണ്ടവരെ തിരിച്ചറിയും. കോഴി വരെ അറിയും. അതിന് നാട്ടിലെ കോഴിനെ കണ്ടാ അറിയാം. ഇപ്പൊ നിങ്ങൾ ഈ പൂച്ച നാട്ടി നോക്കി, നിങ്ങളെ കണ്ടാ പൂച്ചപ്പായും. നിങ്ങളെ പെണ്ണുങ്ങൾ എന്തെങ്കിലും കൊടുക്കണ്ടേലോ അകത്തേക്ക് കയറി വരും, അല്ലേ? പൂച്ചക്കറിയാ. ആളെ കാണുമ്പോൾ അറിയാം ഇയാൾ ഇന്നെ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഇയാൾ ഇന്നെ അടിക്കാൻ വേണ്ടി വരികയാണ്, പൂച്ചക്കറിയാം. അതുപോലെ മത്സ്യത്തിനറിയാം ഇന്ന് കൊടുത്തല്ലാന്ന്. അപ്പൊ ഈ കൈവഴി വെട്ടിയ സ്ഥലത്തൂടെ മത്സ്യം കടന്നു വരികയും ഈ കുഴിയിൽ വന്ന് വീഴുകയും ചെയ്യും. കുഴിയിൽ വന്ന് വീണാൽ പിന്നെയുള്ള ഈ മത്സ്യത്തിന് അങ്ങോട്ട് പോകാൻ അറിയില്ല, സമുദ്രത്തിൽ തന്നെ പോകാൻ കഴിയില്ല, അത് തീ കുടുങ്ങും. അപ്പൊ ഒരു മീൻ പിടിച്ചോ? ഇല്ല. നോലെ കൈമലുണ്ടോ? ഉണ്ട്. അതുപോലെ ഫിതി കൊടുക്കണ്ട. ഫിതി നിങ്ങൾ ആര് കൊടുക്കണം? ബാപ്പ, വല്യാപ്പ, വല്യമ്മ ആരോഗ്യമില്ലാണ്ട് കഷ്ടപ്പെടുന്ന രോഗികളായി കഴിയുന്ന ആളുകളാണെങ്കിൽ ഫിദിയ കൊടുത്താൽ മതി. അള്ളാഹു ഒരു പ്രയാസവും ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് പ്രതിഫലാർഹമായ മാസം. നമ്മളുടെ കുടുംബത്തിലും ബന്ധുക്കളിലും ഒക്കെ ഒരുപാട് ആളുകൾക്ക് നോമ്പ് നോൽക്കാൻ കഴിയാത്തവരുണ്ട്. അവർ നോമ്പ് നോൽക്കേണ്ട ആവശ്യമില്ല. നോമ്പ് നോക്കിയിട്ട് പിന്നെ പല രോഗങ്ങളും വന്ന് റമളാനിൽ മരിക്കാൻ വേണ്ടി മെനക്കാറുണ്ട. ചിലവരെ വിചാരം എന്താ അറിയോ, റമളാനിൽ മരിച്ചാൽ നേരെ സ്വർഗത്തിൽ പോകുന്ന. അതിന്റെ കാരണം റസൂലുള്ള പറഞ്ഞു, ഇദാ ദഖല റമളാൻ സമാഗതമായാൽ ഫുത്തിയത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കും. വ ഉല്ലിഖത്ത് അബ്വാബു ജഹന്നം, നരകത്തിന്റെ കവാടം അടക്കും. അതിന്റെ അർത്ഥം റമളാനിൽ മരിച്ചാൽ നെട്ടോട്ടവും സ്വർഗത്തിൽ കയറുന്നല്ല. ഒരാൾക്ക് റമളാൻ കിട്ടിയാൽ അവന്റെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടും. മൻ അദ്റക റമളാൻ ഒരാൾക്ക് കിട്ടുകയും ഫലം യുഗ്ഫർ ലഹു, അവന് പൊറുക്കപ്പെടാതിരിക്കുകയും ചെയ്താൽ അവൻ നിർഭാഗ്യവാനാണ്. റമളാൻ കിട്ടി എന്നിട്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാത്ത നോമ്പാണ് അവൻ അനുഷ്ഠിച്ചതെങ്കിൽ അള്ളാഹിന്റെ മലക്കുകൾ പോലും പ്രാർത്ഥിച്ചിട്ടുണ്ട്, അള്ളാഹു അവനെ റഹ്മത്തിൽ നിന്ന് അകറ്റട്ടെ, സ്വർഗത്തിൽ നിന്ന് അകറ്റട്ടെ, ഹിദായത്തിൽ നിന്ന് അകറ്റട്ടെ എന്ന് മലക്കുകൾ പോലും പ്രാർത്ഥിച്ചിട്ടുണ്ട്. റമളാനിൽ ഒരാൾ ജീവിച്ചിരുന്നു, നോമ്പ് നോറ്റു, എന്നിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാൻ പവിത്രമായ നോമ്പല്ല എങ്കിൽ എന്താ പവിത്രതയ്ക്ക് പ്രത്യേകത? റസൂലുള്ള പറഞ്ഞു, നോമ്പ് നോറ്റിട്ട് ഒരാൾ കളവ് പറഞ്ഞാൽ നിങ്ങളൊക്കെ ചോദിക്കേണ്ട, അറിയാണ്ട് ഒന്നും നോമ്പ് ചോദിക്കും അല്ലേ? ചിലവിലൊക്കെ സാധനം വാങ്ങാൻ പീടിക ചെന്നാലേ അരിച്ചാക്കിന്റെ മുകളിൽ കൈ കളിച്ച് അരി വെച്ച് പെറുക്കി വായലിടും, നോമ്പാന്ന് മറന്നു അഥവാ തിന്നു പോയപ്പോൾ നോമ്പ് മുറിയില്ല. പക്ഷെ നോമ്പ് കാരണം ഒരാൾ കളവ് പറഞ്ഞാലോ നോമ്പ് മുറിയും. നോമ്പ് ഞാൻ ചില ആൾക്കാർ ഞാൻ നോമ്പ് കൊണ്ടിട്ട് പറയാണ് വല്ലാഹി തമ്പുരാനാണ് സത്യം, അല്ലേ? എന്തെങ്കിലുമൊക്കെ വിൽക്കാനും മാറാനും ലാഭം ഉണ്ടാക്കാനൊക്കെ അള്ളാനെ വരെ മുന്നിലിട്ട് കളിക്കും. അപ്പോ എന്നിട്ട് ഞാൻ അള്ളാനെ പിടിച്ചല്ലേ അള്ളാനെ പിടിച്ചിട്ട് വെറുതെ ഞാൻ പാടില്ല.
ഈ വല്ലാഹി വല്ലാഹി സുമ്മ വല്ലാഹി ഉണ്ടല്ലോ, അവരൊക്കെ കള്ളന്മാരാണ്, മുനാഫിക്കുകളാണ്. അവരൊന്നും മുസ്ലിങ്ങളല്ല. അള്ളാനങ്ങനെ സുമ്മ വല്ലാഹി അൽഫ മറ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. 1000 വട്ടം അള്ളാനെ പിടിച്ചെത്തിക്കുക. ഓരൊന്നും മുസ്ലിങ്ങളല്ല, ഒക്കെ മുനാഫിക്കുകളാണ്. മറ്റുള്ളവനെ പറ്റിക്കാൻ, ഓനെ കുരുക്കിൽപ്പെടുത്താൻ, അവനെ കുടുക്കിൽ തള്ളിടാൻ വേണ്ടിയുള്ള സത്യമാണ് കേട്ടോ. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഓരോ ദിവസത്തെ നമ്മളുടെ അഅ്മാലു സാലിഹാത്തുകളും അള്ളാഹുവിന്റെ അടുത്ത് കബൂൽ ചെയ്യപ്പെടണം. അതിനുവേണ്ടി നോമ്പനുഷ്ഠിക്കുക. അത് നോമ്പനുഷ്ഠിക്കാൻ കഴിയാത്തവർ ഫിദിയ കൊടുക്കുക. ആ ഫിദിയ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ ഇബ്രാഹിം ഉന്നക്കൈ, അദ്ദേഹം പ്രഗത്ഭ താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, സൗമി യൗമിൻ മിൻ റമളാൻ, റമളാൻ മാസത്തിൽ ഒരു ദിവസത്തെ നോമ്പ്, റമളാൻ മാസത്തിൽ നിങ്ങൾ നോക്കുന്ന ഒരു നോമ്പ്, അഫ്ളലു മിൻ അൽഫി യൗമിൻ, ഇതര ദിവസങ്ങളിൽ ഇതര മാസങ്ങളിൽ സുന്നത്ത് നോമ്പുകളിലൊക്കെ നിങ്ങൾ നിർവഹിക്കുന്നതിനേക്കാൾ 1000 ദിവസം നോമ്പ് നോക്കുന്നതിനേക്കാൾ പ്രതിഫലം അല്ലാഹു ഈ ഒരൊറ്റ നോമ്പിനുണ്ടാവും. ഒരൊറ്റ ദിവസത്തെ നോമ്പിനും 1000 മറ്റ് ഇതര ദിവസങ്ങളിൽ നോമ്പ് നോക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് പ്രതിഫലം അല്ലാഹു നൽകും ഒരൊറ്റ ദിവസത്തെ നോമ്പിന്, അല്ലേ? അങ്ങനെ ഇപ്പം നമ്മൾ എത്ര നോറ്റ്? ആ നോറ്റ ദിവസങ്ങളെല്ലാം 1000കണക്കിലേക്ക് നിങ്ങൾ കൂട്ടി നോക്കൂ, എത്ര പ്രതിഫലം, അല്ലേ? അള്ളാഹു ആ പ്രതിഫലത്തിലും നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. തസ്ബീഹത്തിൻ ഫി റമളാൻ, റമളാൻ മാസത്തിൽ നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ അഫ്ളലു മിൻ അൽഫി തസ്ബീഹ, മറ്റ് സമയങ്ങളിൽ റമളാൻ മാസം അല്ലാത്ത സമയങ്ങളിൽ തസ്ബീഹ് ചെയ്യുന്നതിനേക്കാൾ 1000 പ്രതിഫലം അള്ളാഹു ഈ ഒരൊറ്റ സുബ്ഹാനല്ലാഹ് തരും. അതിനെന്ത് വേണം? ഈമാൻ വേണം, പ്രതിഫലം ആഗ്രഹിച്ചു വേണം. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് ഒരൊറ്റ തസ്ബീഹിന് 1000 പ്രതിഫലേ റമളാനിലെ. കാരണം എന്താ? അത്രമാത്രം ക്ഷീണിതരാണ്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ശക്തമായ ചൂടാണ്, ഇവിടെ പേശി കുത്തിരിക്കുമ്പോഴല്ല, പുറത്തേക്കാണ്ട് ഇറങ്ങിയ തീറ്റുപ്പാണ്. എന്നിട്ടും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ചിട്ട്, കഷ്ടപ്പെട്ട് നോമ്പനുഷ്ഠിച്ചിട്ട് അതിന് പ്രതിഫലമില്ലാതെ പോകുന്ന നിർഭാഗ്യവാന്മാരിൽ നമ്മൾ പെടാതിരിക്കാൻ റബ്ബിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുക. അമലുകൾ ചെയ്താൽ മാത്രം പോരാ കേട്ടോ, പ്രാർത്ഥിക്കണം. പഠിച്ചോനെ, ഒരുപാട് കഷ്ടപ്പെട്ടാണ് നോമ്പ് നോറ്റുള്ളത്, അള്ളാഹുവെ അത് നീ സ്വീകരിക്കാതിരിക്കരുത്, പാപിയാണ് ഞാൻ, തെറ്റുകൾ ഒരുപാട് വന്നുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, മല്ലം യദ കൗലസൂർ, കളവായ വാക്കുപേക്ഷിക്കാത്തവർ, വൽ അമല ബിഹി, മ്ലേച്ഛമായ പ്രവർത്തനങ്ങളും മോശമായ കളവായ വാക്കുകളും ഉപയോഗിക്കാത്ത ആളുകൾ, മല്ലം യദ കൗലസൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ, അള്ളാഹ്ക്ക് ഒരാവശ്യവുമില്ല, ഫിയൻ താമവും ഷറാബവും, അവൻ ഭക്ഷണപാനീയം ഉപേക്ഷിക്കുന്നുണ്ട്, അള്ളാഹ്ക്കൊരു കാര്യമില്ല. നിങ്ങൾ നോക്കേണ്ടി, നോമ്പ് നോറ്റ ഒരാൾ ഫോൺ ചെയ്തു, നിങ്ങൾ എവിടെയെന്ന് വെച്ചാൽ അതിനൊരു എളുത്തരം പറയും. കാരണം നോക്കിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും എനിക്ക്, അത് പറഞ്ഞാൽ വെച്ചിട്ട്, അല്ലേ? ഇപ്പൊ നിങ്ങൾ എവിടെയുള്ള വെച്ചാൽ ഞാൻ പാളയത്താണ്, വിളിക്കുന്നതിന് എവിടുന്ന നിങ്ങൾക്കറിയാം, മാങ്കാവുന്നായിരിക്കും. മാങ്കാവുള്ള വിളിക്കുക, നിങ്ങൾ എവിടെ ഇപ്പോൾ ഉള്ളത്? ഞാൻ പാളയത്താണ്. എന്തിനാ? എന്തെങ്കിലും കാര്യം ഏൽപ്പിക്കുച്ചിട്ടേ. കളവല്ലേ, കളവാണ്. നിങ്ങൾ പറയും അത് കളവാണോ? അത് വലിയ കളവാ. അത് നോക്കൂ, നിങ്ങൾ ഒരിക്കൽ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചൊരു സംശയമുണ്ട്. ആയിഷ ബീവിക്ക് റസൂലിന്റെ ഭാര്യ എന്നുള്ളവർക്ക് പല ആളുകളും പല സമ്മാനങ്ങളും കൊടുക്കാറുണ്ട്. അപ്പോ ആയിഷ ബീവിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും ആ സാധനത്തോട്, ആ കൊണ്ടുകൂടുന്ന സാധനം. പക്ഷെ നമ്മൾക്ക് സ്വഭാവം ഉണ്ടല്ലോ, വേണ്ട എനിക്കിപ്പോ വേണ്ട അല്ലെ, ആവശ്യമുള്ളിലുണ്ട്, ആഗ്രഹത്തിന്റെ ഉള്ളില്. പക്ഷെ ആഗ്രഹമുള്ളൊരു സാധനം വേണ്ട എന്ന് പറഞ്ഞാൽ അത് കളവാവെന്ന് പഠിപ്പിച്ച ആളാ റസൂല്. നിങ്ങളെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, അത് വേണമെന്ന്. പക്ഷെ നമ്മളെന്ത് ചെയ്യും? മാന്യതയ്ക്ക് വേണ്ടി ഞാൻ ചിലവ് ചോദിക്കും, ചായ കുടിക്കുക, വേണ്ട, വിഷമത്തിൽ കേൾക്കില്ല, വേണ്ട, മാന്യതയ്ക്ക് വേണ്ടിയാ വേണ്ട പറഞ്ഞത്. സത്യത്തിൽ ഉള്ളിൽ ആഗ്രഹമുണ്ട്, അത് കളവാ, അത് പറയാൻ പാടില്ല കേട്ടോ. നമ്മളടുത്ത് പൈസ ഇല്ല ചായ കുടിക്കാൻ. അപ്പൊ ഒരാള് ചായ കുടിക്കാൻ വരുന്നു വെച്ചാൽ ഞാൻ വരുന്നുണ്ട്, സന്തോഷമായി, അല്ലെ? അതല്ല പറഞ്ഞത്. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങനെ എരന്ന് തിന്നാൻ പാടില്ലല്ലോ. അപ്പൊ റസൂലിനെ പഠിപ്പിച്ചൊരു സംസ്കാരം അറിയോ? എന്തെങ്കിലും ആൾക്ക് ഭക്ഷണമോ സാധനമോ ആവശ്യമുണ്ടെങ്കിൽ ഒരു ഫത്വ ചോദിക്കുക. ആ ഫത്വ ചോദിച്ച ആൾക്ക് എന്തെങ്കിലും സമ്മാനം അങ്ങോട്ട് കൊടുക്കുന്ന ഇസ്ലാമിന്റെ നിയമം. അപ്പൊ നിങ്ങൾ ഇന്നോടൊരു ഫത്വ ചോദിച്ചു, നിങ്ങൾ കുടുങ്ങിയാണേറ്റ് ഞാൻ ഈ ഫത്വ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ അങ്ങോട്ട് തരണം. പക്ഷെ എല്ലാവരും മനസ്സിലാക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ്. ഇസ്ലാം അങ്ങനല്ല. ഒരു ഫത്വ നിങ്ങൾ ചോദിച്ചാൽ ആ ഫത്വ നിങ്ങൾ ചോദിച്ചപ്പോഴാ ചിലപ്പോൾ നിങ്ങൾ വിഷത്തിൽ ചോദിച്ചായിരിക്കും, സംശയം കൊണ്ട് ചോദിച്ചതല്ല.
പട്ടിണി കൊണ്ടുള്ള പ്രയാസം കൊണ്ട്. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു മഹാനായ ഉമർ റളിയല്ലാഹുവിനോട് ഒരു സംശയം ചോദിച്ചു. വിശന്ന് പട്ടിണി കിടന്ന് ബോധം കെടാനായ സമയം. പക്ഷേ ഉമർ റളിയല്ലാഹു അത് ശ്രദ്ധിക്കാതെ പോയി. കാരണം ഉമർ റളിയല്ലാഹു ലേശം അല്പം തിരക്കിലായിരുന്നു. അബൂ ഹുറൈറ പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ടാൻ ചോദിക്കുന്നത് സംശയം അറിയാത്തത് കൊണ്ട് ഉമർ റളിയല്ലാഹു പോയി. പിന്നീട് വന്നത് റസൂലിനോട് ചോദിച്ചു. റസൂലിന് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗ്ലാസ് പാല് അബൂ ഹുറൈറ റളിയല്ലാഹു കൊടുത്തു. അപ്പൊ ഉമർ റളിയല്ലാഹുവിനോട് പിന്നീട് അബൂ ഹുറൈറ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെക്കാൾ ഉത്തമനിൽ നിന്ന് ഫത്വ ചോദിക്കുകയും എന്റെ പ്രയാസം അകറ്റുകയും ചെയ്തു. ഉണ്ടോ? ഇതൊരു യാചിക്കുന്നിടത്ത് പോലും ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കാരം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമ്മൾക്ക് ഒരുപാട് പ്രതിഫലമുള്ള അല്ലെ തസ്ബീഹിന് മറ്റ് ഇതര മാസങ്ങളിൽ നടക്കുന്ന തസ്ബീഹിനേക്കാൾ 1000 മടങ്ങ് കൂലി ഉണ്ട്. റക്അത്തുൻ ഫി റമളാനിൽ നിങ്ങൾ നിസ്കരിക്കുന്ന ഒരു റക്അത്ത് നിസ്കാരം അഫ്ളലു മിൻ അൽഫി റക്അത്ത്, ഇതര മാസങ്ങളിലും ദിവസങ്ങളിലും നിർവഹിക്കുന്ന നമസ്കാരത്തെക്കാൾ 1000 മടങ്ങ് പ്രതിഫലം പിന്നെയും കിട്ടും ഒരു റക്അത്തിന്. അതിനെന്ത് വേണം? ഈമാൻ വേണം. നല്ല കടുത്ത ഈമാൻ വേണം. അതല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്, മൻ ഖാമ റമളാനൻ ഈമാനോടുകൂടി ഒരാൾ നിസ്കരിച്ചു, വഹ്തിസാബൻ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, ഇതിന് എനിക്ക് കൂലി വേണം. കാരണം എന്താ, ഞാൻ നോമ്പ് തുറന്നപ്പോൾ അവശനാണ്, പ്രയാസപ്പെടുന്നതാണ്, എനിക്ക് ഒരുപാട് തളർച്ചയുണ്ട്, എല്ലാം അല്ലാഹുവേ നിനക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. തതജാഫ ജുനൂബുഹും അനിൽ മലാജി യദഊന റബ്ബഹും ഖൗഫൻ വതമഅ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടക്കണമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ വന്നത് പഠിച്ചോനെ. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. തതജാഫ ജുനൂബുഹും അനിൽ മലാജി യദഊന റബ്ബഹും, അവർ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, ഖൗഫൻ വതമഅൻ, ഭയത്തോടും പ്രതീക്ഷയോടും. കേട്ടോ? അങ്ങനെ നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിച്ചാലോ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദൻബി, കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും അവന് പൊറുക്കപ്പെടും. അപ്പം ആ നിലക്ക് നമ്മളുടെ നമസ്കാരം തറാവീഹ് ലൈലത്തുൽ ഖദറിലും റമളാനിന്റെ എല്ലാ രാവുകളിലും നിർവഹിക്കുക. എന്നാലോ അല്ലാത്ത നിസ്കാരക്കാരെ പറ്റി നബി പറഞ്ഞു. അതാരാന്ന് നമുക്ക് നോക്കാം, നമ്മളതിൽ പെടുമെന്ന് നോക്കുക. ഈമാനും പ്രതീക്ഷയൊന്നുമില്ല, തറാവീഹിന് പോകണം, അല്ലാഞ്ഞാൽ മറ്റുള്ളവർ ചോദിച്ചാളേ നിങ്ങളെ കണ്ടില്ലോ, അങ്ങനെ പേടിച്ചു പോകണമല്ലേ, നീ ചേർക്കാൻ വയ്യ. പക്ഷെ ഇവന് കണ്ടാ ചോദിക്കും, ഇന്നലെ നിങ്ങളെ കണ്ടില്ലോ തറാവീഹിന്, ഇവന് ഊരക്ക് വയ്യ, വയറുവേദനയാണ്, ഗ്യാസ് ഉണ്ട്, എന്നിട്ട് ഇവിടെ വന്നിട്ട് കൂട്ടുവായിടുക. കാരണം പാവം ഇടങ്ങറായിക്കുന്നു, നമ്മളെ കൊണ്ട് ഇടങ്ങറായിക്കുന്നു. ഇത് മിക്കപ്പുറത്ത് കൊടുക്കൂല, നിങ്ങൾ ഇന്നലെ കണ്ടില്ലോ ചോദിക്കുമല്ലോ വെച്ചിട്ടായിരുന്നു. പാവം നീച്ച് പോരുക. എന്നിട്ട് പള്ളീൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നവരെ കാണുമ്പോൾ ഞാൻ ഇവിടെ ഇട്ട് വന്നു. കാരണം അവനക്ക് ഹാജർ കൊടുക്കേണ്ട ഗതികേട് വരികയാണ്. അവനക്ക് അല്ലാഹ്ക്ക് കൊടുത്താൽ പോരാ, ഇവന് കൊടുക്കണം. കാരണം ഇവൻ ഇവിടെ വരുന്ന തന്നെ ആരൊക്കെ നിസ്കരിക്കാമെന്നൊന്നും അറിയാനാണ്. ഓനക്ക് ദീനല്ല, ഓന്റെ ലക്ഷ്യം അതാ റസൂലുള്ളാഹി പറഞ്ഞത്, ഖമ്മിൻ ഖായിമിൻ, എത്ര രാത്രി നിസ്കാരക്കാരാണ്, ലൈസലഹു ജസാ, ഒരു പ്രതിഫലവുമില്ല, മിൻ ഖിയാമി, എന്റെ നിസ്കാരം കൊണ്ട്, ഇല്ല സഹർ, ഉറക്കമൊഴിച്ച് നിസ്കരിച്ചു എന്നല്ലാതെ ഒരു കൂലിയും കിട്ടാത്ത. ഇതാര് അതിൽ നമ്മൾ കൂടുതൽ നോക്കണം കേട്ടോ. നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, മറ്റുള്ളവർ വന്നോ വന്നില്ല നിങ്ങൾ നോക്കണ്ട കേട്ടോ. അയാൾക്ക് അസുഖമായിട്ട് അല്ല വരണ്ടെന്നാണല്ലോ പറഞ്ഞത്. അയാൾക്ക് പല കാരണങ്ങളുണ്ടാവും. അപ്പൊ തറാവീഹ് നമസ്കരിക്കുക, ഖിയാമുൽ ലൈൽ നിർവഹിക്കാൻ കഴിവുള്ള ആളുകൾ നമസ്കരിച്ചാലോ പാപങ്ങൾ പൊറുക്കപ്പെടും. ആ ഈമാനോടുകൂടി, ആ കരുത്തോടുകൂടി വരണം. അല്ലാണ്ട് ചിലവരെന്താ ചെയ്യാലോ, ചിലവർ ഇമാം ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ നിസ്കാരത്തിലെ ആയത്തുൽ കുർസിയൊക്കെ ഓതുമ്പോഴേ അല്ലാഹു ലാ, ഇവൻ അപ്പോഴേക്ക് റുക്കൂലെത്തിയിട്ടുണ്ടാവും. ആയത്തുൽ കുർസി ഓതിയതവേ ആര് ഇമാമ്. അപ്പൊ അത് തുറന്നിട്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ഇവനാണെങ്കിലോ ഇമാമാണെങ്കിലോ റുക്കൂൽ പോയുടെ കോലത്തിലെ ഓതുക. അല്ലാഹ് പാലി റുക്കൂലെത്തി പോണമെന്നില്ല. അപ്പൊ പിന്നെ പോയ ദിവസം ചെറുവിടെ കാലൊക്കെ ചൊറിഞ്ഞിട്ട് പിന്നെയും വരും കിട്ടുന്നെ. ഞാൻ റുക്കൂ പോയതൊന്നുമല്ല, അതും അതായത് വീടെടുത്ത് വിദ്യാധരൻ വീണത് വിദ്യാക്കുക അല്ലെ, വീണത് വിദ്യാക്കണേ. ഇതെന്റെ വിചാരമില്ല, ആർക്കോ വേണ്ടി അവൻ നിർവഹിക്കണ്ടേ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, എത്ര നിസ്കാരക്കാരാണ് ഒരു പ്രതിഫലവും ഇല്ലാത്ത, ഇല്ല സഹർ, ഉറക്കമൊഴിച്ചു എന്നതല്ലാത്ത ഒരു കൂലിയും കിട്ടാത്ത. അതിലൊന്നും അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്ന നിലക്ക് രാത്രി നമസ്കാരം നിർവഹിക്കാൻ, റമളാനിലെ ഇബാദത്തുകൾ നിർവഹിക്കാൻ
തസ്ബീഹുകൾ ആയിരക്കണക്കിന് നേടിയെടുക്കാൻ ഓരോ റക്അത്തിനും 1000 റക്അത്തിന്റെ പ്രതിഫലം ലഭ്യമാകുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ അല്ലാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസീകും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചും വിശുദ്ധരിൽ വിശുദ്ധരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പരിശുദ്ധ റമദാനായാൽ ഈ ഖിയാമുൽ ലൈലുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളും നിരവധി പ്രവർത്തനങ്ങളും നടക്കാറുണ്ട്. പലരും പല രൂപത്തിലാണ് ഖിയാമുൽ ലൈൽ. അല്ലേ? ഇമാം അഹമ്മദ് ഉദ്ധരിച്ച, അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് കേട്ടോളൂ നിങ്ങൾ. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? റസൂലുള്ള പറയാണ്, ഇന്ന റജുല, ഒരു മനുഷ്യൻ, ഇദാ ഖാമ മഅൽ ഇമാം, ഇമാമുന്റെ കൂടെ നിസ്കരിച്ചു, ഹത്താ യൻസരിഫ, പിരിയും വരെ, ഇമാമ് പിരിയും വരെ ഇമാമിന്റെ കൂടെ നിസ്കരിക്കണം. ചിലർ കുറച്ച് നിസ്കരിച്ചു കഴിഞ്ഞാൽ കുറച്ചാൾക്കാർ എണീച്ചു പോകും. ഓല് വലിയ മുത്തഖീങ്ങളാണ്. ഏത്? ചിലർ 4 റക്അത്ത് നിസ്കരിച്ച് പോണവരുണ്ട്, ചിലർ 8. അല്ലേ? അങ്ങനെ റസൂലുള്ള പറയാണ്, ഹത്താ യൻസരിഫൽ ഇമാം, ഇമാമു മഅൽ ഇമാം, ഇദാ ഖാമ മഅൽ ഇമാം, ഇമാമോട് കൂടി നിസ്കരിക്കണം. ഇതുവരെ ഹത്താ യൻസരിഫ്, അദ്ദേഹം പിരിയും വരെ. അങ്ങനെ നിസ്കരിച്ചാൽ എന്താ കൂലി? നിങ്ങൾ നിസ്കരിക്കുന്നതിൽ കൂലി ഇട്ടോ നോക്കാം നമുക്ക്. റസൂലുള്ള പറയാണ്, ഹുസിഫ ലഹു ബഖിയത്തു ലൈലത്തി, അവന്റെ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നതിന്റെ കൂലി ഉണ്ടാവും. രാത്രി ഫുള്ള് നിസ്കരിച്ചതിന്റെ കൂലിയാണ് ഇമാമോട് കൂടി അദ്ദേഹം പിരിയുന്നത് വരെ കൂടിയാൽ. കേട്ടോ? ഇനി നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളി. കാരണം റമദാനാണ്. വിമർശിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടാവും. വെറും വിമർശനമാണ് ചെയ്യുന്നതിനേക്കാൾ, ഇഖ്ലാസിനേക്കാൾ കൂടുതൽ വെറും വിമർശനം. ആരെങ്കിലും ഒന്ന് വിമർശിച്ചാൽ അവനക്കൊരു സുഖം കിട്ടുള്ളൂ. വിമർശിക്കുന്നവന് വിമർശിച്ചോളി, വിമർശിക്കുന്നത് റസൂലുള്ളാഹിനെ മാത്രം. കേട്ടോ? അപ്പൊ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ചിലർ 4 റക്അത്ത് നിസ്കരിച്ചിട്ട് ബാക്കി ഞാൻ പോരാന്നാണ്. അങ്ങനെ ഇപ്പൊ ചെയ്തോലും ഇവിടെ ഉണ്ടാവും. ഓൾക്ക് ഇപ്പൊ എന്നോട് ഇപ്പൊ തന്നെ കുത്തിക്കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവും. ഞാൻ ഇന്നലെയും കൂടി രാത്രി മറ്റോനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്തിയ. ആരോടാ വാഗ്വാദം നടത്തുന്നത്? റസൂലുള്ളാഹിനോട്. രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം വേണോ? ഇമാമിന്റെ കൂടെ പൂർത്തിയായി നിസ്കരിക്കുക. കേട്ടോ? അത് മാത്രമല്ല, ഈ നിസ്കാരം റമളാനിൽ നിർവഹിക്കുന്നതുകൊണ്ടാണ് തറാവി എന്ന് പറയുന്നത്. അല്ലേ? ഇത് റമളാൻ അല്ലാത്ത കാലത്ത് നിസ്കാരം ഉണ്ട്, നമ്മൾ അറിയുന്നില്ല. നമ്മൾ റമളാൻ വന്നാലേ നിസ്കരിക്കുന്നുള്ളൂ. അതെ, ആയുഷ്കാലം മുഴുവൻ ഉണ്ട് ഖിയാമുൽ ലൈൽ. അല്ലേ? റമളാൻ വന്നാൽ മാത്രം ചിലര് നിസ്കരിക്കല്. അപ്പം ആയിക്കോട്ടെ, ആ നിസ്കരിക്കുന്നത് പോലും പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഫത്വ പറഞ്ഞ് സകല മൗലവിമാരോടും പലതരം ഒരു ഇൽമുമില്ലാത്ത, ഒരറിവുമില്ലാത്ത, കിതാബിയായ യാതൊരു ബോധവുമില്ലാത്ത, വെറുതെ കോലം കെട്ടി നടക്കുന്ന എല്ലാ മുസ്ലിയാക്കന്മാരോടും ഫത്വ ചോദിക്കും. അപ്പൊ പല മുസ്ലിയാക്കന്മാരും അതിന് വിരോധമല്ല, അതിന് കുഴപ്പമില്ല. മുമ്പ് ഒരു ഉസ്താദിനോട് ചോദിച്ച ഒരാളെ, ഞാൻ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളാണ്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്, എൻ്റെ മക്കളാണ് എന്നെ നോക്കുന്നില്ല. ഉസ്താദിനോട് ഫത്വ ചോദിക്കാട്ടോ, ഒരു സംശയ. മക്കളാരും എന്നെ നോക്കുന്നില്ല, എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, എന്നെ മക്കളാരും നോക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഉള്ള പൈസ കൊണ്ട് ഞാൻ ജീവിച്ചാൽ ഒരു 5 കൊല്ലം ജീവിക്കാൻ അള്ളാഹു അവധി തന്നാൽ അത് തീർന്നു പോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ആളുകൾക്ക് 10-500 സഹായിക്കും. ഓല അത് തിരിച്ചു കൊണ്ടിരുമ്പോൾ ഒരു സഹായം എന്നുള്ളവർക്ക് എനിക്ക് ഒരു 500 കൊടുത്താൽ 500-600 കൊടുത്തരും. അത് വാങ്ങല് ഹലാലാണോ അതോ ഹറാമാണോ എന്ന ചോദ്യം. ഫത്വ ഉസ്താദ് പരയിൽ വന്നതാ ചോറ് വയ്ക്കാൻ. അപ്പൊ ചോറ് വെച്ചു കൊടുക്കുമ്പോഴാണ് ചോദ്യം, ഇത് വാങ്ങല് ഹലാലാണോ ഹറാമാണോ? അപ്പൊ ഉസ്താദ് എന്ത് ചെയ്തു വെച്ചാൽ അച്ചാറ് തോണ്ടിക്കൂട്ടി നാവിൽ വെച്ചു. നിങ്ങൾ വെക്കല്ലേ? നാവിൽ വെച്ചിട്ട് പറഞ്ഞു തർക്കമില്ലായിരുന്നു. എന്ത്? ഇയാൾ പറയുന്നത് അച്ചാറ് തർക്കമില്ല, മറ്റേ ആൾക്ക് ഫത്വ കൊടുത്തതോ തർക്കമില്ല. ഇനിയിപ്പൊ ഈ ഉസ്താദ് പറയുക ഇയാളെ പരലോകത്ത് ഇയാൾ കൊടുത്ത ഫത്വ അതല്ല, ഞാൻ അച്ചാറാന്ന് പറയാൻ പറ്റില്ല. കാരണം അയാൾക്ക് കിട്ടേണ്ട ഉത്തരം കിട്ടി. അതിങ്ങനെ വാങ്ങുന്നത് ഹലാലാണ്. ഏത്? 500 കൊടുക്കുക, 600 വാങ്ങുന്നത് ഹലാലാണ്. ഈ നിലക്കുള്ള ഫത്വ കൊടുക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവര് പലതരം അഭിപ്രായങ്ങളും മറുപടിയും പറയും. ചിലപ്പോൾ ഹദീസും പറയും. കേട്ടോ? കാരണം ലൈഫായ ഹദീസുകൾ കൊണ്ട് ഫത്വ കൊടുത്താൻ പാടില്ല.
അപ്പം അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിച്ചോ അങ്ങനെ നിസ്കരിക്കുക. അത് അങ്ങനെ നിസ്കരിക്കാൻ നമ്മളെ ഏതാണ്ട് കഴിയില്ല അല്ലേ. 4 റക്അത്ത് നിസ്കാരത്തിന് ദൈർഘ്യം ഉണ്ടല്ലോ. നബി നിസ്കരിച്ച് കഴിയുമ്പോൾ സുബഹിയാവും. അങ്ങനെയാണെങ്കിൽ ഒരു ഒറ്റ തറാവി നിസ്കരിക്കണമെന്ന് ഇവിടെ കാണൂല. ഇവിടെ നല്ല കേരളത്തിലോട് കാണൂല. ഉണ്ടാവുമോ? സുബഹി നിസ്കരിക്കുന്നവരെ തറാവിയെ ഒരു റക്അത്തിന് നീണ്ടുപോയാൽ മറ്റേ കാൽമേൽ ഇക്കാൽമേൽ കൊക്കുമ്പോൾ നിൽക്കണമല്ല. നമ്മൾ കുറച്ചേരം അങ്ങോട്ടാവും കുറച്ച് ഇങ്ങോട്ടാക്കും. കുറെ ഇമാം നിൽക്കണ പ്രാവും ഇപ്പം നോമ്പ് പറ്റില്ലെന്ന് തോന്നുന്നു. ഇപ്പം ഓത്ത് കേട്ടിട്ട് ഇപ്പം അങ്ങനെ തോന്നുന്നത്. അങ്ങനെ ഓനെപ്പറ്റി കുറെ കുറ്റങ്ങൾ ആലോചിച്ച് പിന്നെന്താ ഓനക്ക് ഇതിനുള്ള പണി നമ്മളായിട്ടല്ല. നമ്മൾ നേരം പോലത്തെ ഇന്നാളെ വേറെ പാടുത്ത് വരിക. ഇവനക്ക് ഇതിനുള്ള പണി ഓനെപ്പറ്റി ഇങ്ങനെ കുറെ ചിന്തിക്കും അല്ലേ. ഇത് സത്യമല്ലേ? നിങ്ങളെ ഉള്ളു ഞാൻ വായിച്ചോട് കേൾക്കേണ്ട തോതിയിരിക്കുക ഉള്ളു ചിരിക്കുന്നുണ്ട് എല്ലാവരുടെ ഉള്ളൂ അല്ലേ. ഞാനടക്കാ അല്ലേ. എന്താ ഹക്ക് പറയുമ്പോൾ നമുക്ക് മറിച്ചേക്കാൻ കഴിയില്ല. അതാണ് നമ്മളെ ഹാല്. അപ്പം അതുകൊണ്ട് എന്നിട്ട് ഇനിയൊരു ഫത്വയില്ല പുറമെ. ഇപ്പം നമുക്ക് ഇമാമിന്റെ കൂടെ നിസ്കരിച്ച് പിരിഞ്ഞാൽ രാത്രി മുഴുവൻ നിസ്കരിച്ചതിന്റെ കൂലിയുണ്ട് അല്ലേ. ഏറ്റവും ഖൈറായ നിസ്കാരമാണ്. ശ്രദ്ധിക്കുക, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ റമളാനിൽ റസൂലുള്ള പറഞ്ഞു ഇതാക്കാൻ അവ്വൽ ലൈലത്തി മിൻ ഷഹ്ർ റമളാൻ. റമളാന്റെ ആദ്യ രാവിലേക്ക് വന്നാൽ തന്നെ നമ്മളെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ നമുക്ക് വിഷമം സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയൊരു ശക്തിയാണ് ആര്? പിശാച്. ഓനെന്ത് ചെയ്യുമല്ലോ അറിയാം. സുഫിലത്തി ശയാത്തീൻ, പിശാചുക്കൾ അല്ലാഹു തടവിലാക്കും. പിശാചുക്കൾ ഇപ്പം ഇല്ല ഇവിടെ. പിന്നെ ആരാളുള്ളത്? പിശാചുക്ക കെട്ടിയിടും. എന്നിട്ടോ ഫത്വ പറയുന്ന ഇത്തരം ആളുകളെ പുറത്തേക്ക് ഇറക്കി വിടും അല്ലേ. പിശാചുക്കളെ തടവിലാക്കും. മർദ്ദത്തിൽ ജിൻ, മല്ലന്മാരായ ജിന്നുകളെ അള്ളാഹു തടവിലാക്കും. ഉല്ലിഖത്ത് അബ്വാബുൻ നാർ, നരകത്തിന്റെ കവാടം അടക്കും. ഫലം യുഫ്തഹ് മിൻഹാ ബാബ്, ആ നരകത്തിന്റെ ഒരു കവാടവും ഇപ്പൊ തുറക്കൂല. അതിന്റെ അർത്ഥം എന്തല്ല, ഇപ്പം മരിച്ചാൽ സ്വർഗ്ഗത്തിൽ കയറുക, നരകത്തിൽ പോകാനല്ല. ഇപ്പം ഈ ഒരു മാസം ജീവിക്കാൻ സാധിച്ചാൽ അവൻ എപ്പം മരിച്ചാലും അവന് വേണ്ടി ആ നരകം പിന്നെ തുറക്കൂല. അത്രമാത്രം അള്ളാഹുവിന് കബൂൽ ചെയ്യുന്ന അമൽ ചെയ്യാൻ പറ്റുന്ന മാസാണ് അപ്പന്റെ അർത്ഥം കേട്ടോ. അതുപോലെ ഈ ഒരു മാസം ജീവിച്ചാൽ അയാൾക്ക് വേണ്ടി ഫുത്തിയത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടും. വലം യുഗ്ലഖ് മിൻഹാ ബാബ്, അതിന്റെ ഒരു ബാബും പിന്നീട് അടക്കൂല. എന്നിട്ട് അള്ളാന്റെ റസൂൽ പറയാ ഈ മാസം യുനാദി മുനാദ്, അള്ളാഹുവിന്റെ ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ പറയും യാ ബാഗിയൽ ഖൈർ, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ അഖ്ബിൽ, ആഗ്രഹിക്കുന്നവരോട് പറയാണ് മുന്നോട്ട് വരിക. യാ ബാഗിയ ഷർ, തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ അക്ഷർ, പിന്മാറുക, തിന്മയിൽ നിന്ന് പിന്മാറുക എന്ന് ഈ മാസം മലക്കുകൾ വിളിച്ചു പറയുന്നുണ്ട്. നന്മ ചെയ്യുന്നവരെ മുന്നോട്ട് വരിക, തിന്മ ചെയ്യുന്നവരെ തിന്മയിൽ നിന്ന് പിന്മാറുക എന്ന് മലക്കുകൾ വിളിച്ചു പറയുന്ന മാസം കേട്ടോ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ രാത്രിയിലും വലില്ലാഹി തഖാവുൻ മിനൻ നാർ, എല്ലാ രാവിലും നരകത്തിൽ നിന്നുള്ള ആളുകളെ മോചിപ്പിക്കുന്നുണ്ട്. മുമ്പ് മരണപ്പെട്ടു പോയ ആളുകളുടെ, മരണം വിധിക്കപ്പെട്ട ആളുകളുടെ മരണശിക്ഷ അള്ളാഹു ഒഴിവാക്കുന്നുണ്ട്. വദാലിക കുല്ല ലൈല, അതെല്ലാ രാത്രിയിലും ഉണ്ടാകും റസൂലുള്ളാഹി പറയാണ്. ആ വിഭാഗം ആളുകളിൽ എങ്കിലും അള്ളാഹു നമ്മുടെ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ച വിഷയങ്ങളെക്കുറിച്ച് ശരിയായ വിഷയം ഇൻഷാ അല്ലാഹ് ഇനിയും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ച സംസാരിക്കാം. എല്ലാം കൂടി പറയാൻ ഒരുപാട് വിധികളൊക്കെ പറയാനുണ്ട്, പക്ഷെ ആരോഗ്യം അനുവദിക്കുന്നില്ല. എന്തായിരുന്നാലും ഇത്രയും നേരം സംസാരിക്കാൻ അനുവദിച്ച റബ്ബിനെ സ്തുതിച്ചുകൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്കും ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും നിങ്ങൾക്ക് വേണ്ടിയെല്ലാം എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയും ഞാൻ മനസ്സിൽ നിയ്യത്ത് വെച്ച് പ്രാർത്ഥിക്കാറുണ്ടെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടും എല്ലാവർക്കും വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ടും അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിച്ച് അവൻ്റെ സ്വർഗപ്പൂങ്കാവനത്തിൽ ഇടം ലഭിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് രോഗികൾക്ക് അറ്റപ്പെടുന്നുണ്ട്, അള്ളാഹു അവർക്കെല്ലാം ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാം കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാലിയായ അഅ്മാലുകളിൽ ശ്രദ്ധിക്കാൻ, മലക്കുകളുടെ ഈ വിളി കേട്ടുകൊണ്ട് നന്മകൾ വർദ്ധിപ്പിക്കുവാനും തിന്മകളിൽ നിന്ന് പിന്മാറുവാനും അള്ളാഹു സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിലെ ഓരോ അഅ്മാലുകൾക്കും ആയിരക്കണക്കിന് പ്രതിഫലം ലഭിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടി പരിശുദ്ധ റമളാനെ യാത്രയാക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റഹ്മാനായ റബ്ബിന്റെ കാരുണ്യത്താൽ അള്ളാഹു നമ്മെ തേടി വരുന്ന എല്ലാ പരീക്ഷണങ്ങളും നമ്മിൽ നിന്ന് തട്ടി അകറ്റുമാറാകട്ടെ.
അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും സമാധാനപൂർവ്വമുള്ളൊരു ജീവിതം ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.